അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് സൂറത്ത് യാസീനിലെ 26 മുതൽ 30 വരെയുള്ള ആയത്തുകളാണ് എടുക്കുന്നത്. എല്ലാവരും പരമാവധി കേൾക്കുകയും പഠിക്കുകയും ചെയ്യാൻ ശ്രമിക്കുക. ഖീലദ്ഖുലിൽ ജന്ന ഖാല യാ ലൈത ഖൗമി യഅലമൂൻ. ഖീലദ്ഖുലിൽ ജന്ന, ഖീല പറയപ്പെട്ടു, ഉദ്ഖുലിൽ ജന്ന സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. ഇവിടെ ഹബീബുൻ നജ്ജാർ എന്ന ആ വ്യക്തിയെ അന്താക്കിയ എന്ന ഗ്രാമത്തിലെ ജനങ്ങൾ വധിക്കുകയാണുണ്ടായത്. അതിനുശേഷം അദ്ദേഹത്തോട് അള്ളാഹുവിൻ്റെ മലക്കുകൾ പറഞ്ഞ വാക്കുകളാണ് ഖീല പറയപ്പെട്ടു, ഉദ്ഖുലിൽ ജന്ന സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. അപ്പോൾ അദ്ദേഹം മരണശേഷം പറഞ്ഞ വാക്കുകളാണ് ഖാല യാ ലൈത ഖൗമി യഅലമൂൻ. ഖാല അദ്ദേഹം പറഞ്ഞു, യാ ലൈത ഖൗമി യഅലമൂൻ, എൻ്റെ സമൂഹം ഇതൊന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ. അദ്ദേഹം മരിച്ചതിന് ശേഷം പറഞ്ഞ വാക്കുകളാണ് ഇത് എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം ജീവിച്ചിരിക്കുന്നപ്പോഴും മരിച്ചപ്പോഴും ദഅവത്ത് ചെയ്ത, ദീനിനു വേണ്ടി ദഅവത്ത് ചെയ്ത വ്യക്തിയാണ് ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്ന ആ വ്യക്തി. ബിമാ ഗഫറ ലീ റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. ബിമാ ഗഫറ ലീ റബ്ബി, അല്ലാഹു എനിക്ക് പുറത്തു തന്നതും, വജഅലനി മിനൽ മുക്രമീൻ ആദരവുള്ളവരിൽ എന്നെ പെടുത്തിയതും. എൻ്റെ സമൂഹം ഇതെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ, എന്താണ് സമൂഹം അറിയേണ്ടത്? എനിക്ക് അള്ളാഹു പുറത്തു തന്നതും അതിനോടൊപ്പം തന്നെ ആദരവുള്ളവരിൽ എന്നെ പെടുത്തിയതും എൻ്റെ സമൂഹം അറിഞ്ഞിരുന്നുവെങ്കിൽ എന്നാണ് അദ്ദേഹം മരണശേഷം പറഞ്ഞത്. മരണശേഷവും ദീനിനു വേണ്ടി ദഅവത്ത് ചെയ്ത വ്യക്തിയായിരുന്നു അദ്ദേഹം. വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ മിനസ്സമാഇ വമാ കുന്നാ മുൻസിലീൻ. വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി, അദ്ദേഹത്തിനു ശേഷം അവരുടെ ജനതയ്ക്കുമേൽ നാം ഒന്നും ഇറക്കിയിട്ടില്ല. മിൻ ജുൻദിൻ മിനസ്സമാഇ, ആകാശത്ത് നിന്നും നാം സൈന്യത്തെയും ഇറക്കിയിട്ടില്ല. വമാ കുന്നാ മുൻസിലീൻ, അങ്ങനെ ഇറക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. ഇൻ കാനത് ഇല്ലാ സ്വൈഹതൻ വാഹിദതൻ ഫഇദാ ഹും ഖാമിദൂൻ. ഇൻ കാനത് ഇല്ലാ സ്വൈഹതൻ വാഹിദതൻ, ഒരു ഘോര ശബ്ദമായിരുന്നു അത്. ഫഇദാ ഹും ഖാമിദൂൻ, അന്നേരം അവരതാ ചാരമായി തീർന്നു. യാ ഹസ്രതൻ അലൽ ഇബാദി മാ യഅ്തീഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. യാ ഹസ്രതൻ അലൽ ഇബാദ്, ആ സമൂഹത്തിൻ്റെ അവസ്ഥ എത്ര സങ്കടകരമാണ്. മാ യഅ്തീഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, ഏതൊരു ദൂതൻ അവർക്ക് വരുമ്പോഴും അവർ അദ്ദേഹത്തെ പരിഹസിക്കാതെ ഇരുന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഈ 5 ആയത്തുകൾ എല്ലാവരും ഭംഗിയായി വൃത്തിയായി പഠിച്ചു വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താല്പര്യമുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക. അതുവരേക്കും അസ്സലാമു അലൈക്കും.